നമസ്കാരം. അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അതായത് നമ്മളിന്ന് കൊല്ലത്താണ്. കൊല്ലം ചെങ്കോട്ട റോഡിൽ കേരളപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അതിൻ്റെ ബാക്കിൽ കാണാൻ ചെറുതായിട്ട് നീല പെയിൻ്റ് അടിച്ചൊരു കട. ഇതൊരു ചായക്കടയാണ്. 1948 ഈ ചായക്കട സ്റ്റാർട്ട് ചെയ്തത്. മീര സാഹിബ് എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ഈ ചായക്കട സ്റ്റാർട്ട് ചെയ്യുന്നത് 1948. അതിനുശേഷം ഇപ്പോൾ ആളുടെ മകനാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അത് അത്രയും പഴക്കമുള്ളൊരു കടയാണ്. ഇവിടുത്തെ വെറൈറ്റി ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് വന്നത്. അതായത് ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ കോയിൻ പൊറോട്ട, നമ്മുടെ സാധാ പൊറോട്ട തന്നെ ചെറിയ കോയിൻ പൊറോട്ട, അതേപോലെ തന്നെ മട്ടൻ, അതേപോലെ തന്നെ വെട്ട് കേക്ക്, അതിൻ്റെ കൂടെ ചായ, പിന്നെ പപ്പടം, ഇതെല്ലാം കൂടിയൊരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചെത്തിയത്. നമുക്ക് അകത്ത് പോയി ഫുഡ് കഴിക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എഴുതാനിക്കടയിലെ വെറൈറ്റി ഐറ്റംസ് എത്തിക്കഴിഞ്ഞു. നമുക്ക് മെയിൻ ഐറ്റം മട്ടൻ കറി ഉണ്ടാവും. മട്ടൻ കറി, പൊറോട്ട, അതിൻ്റെ കൂടെ 2 വെറൈറ്റി കോമ്പിനേഷൻ, വെട്ട് കേക്കും പപ്പടും. അപ്പോൾ ഇതൊക്കെ പാടി കൂടിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല. ഈ മട്ടൻ്റെ ഒക്കെ കളർ കണ്ടിട്ടേ കൊതിയാവുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബളാണ് നാരി പിന്നെയുണ്ടെന്ന് പറഞ്ഞില്ല, സൂപ്പറായിട്ട്. ഇതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഫസ്റ്റ് നമുക്ക് മട്ടൻ കറി ട്രൈ ചെയ്ത് നോക്കാം. മട്ടൻ കണ്ടിട്ട് കൊതിയാവുന്നതാണ്. നല്ല സോഫ്റ്റ് മട്ടനാണ്. അതേപോലെ തന്നെ ഗ്രേവി ടേസ്റ്റ്, എരിവ് അധികമൊന്നുമില്ല, മീഡിയം എരിവാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റിയിൽ ഇത് കഴിക്കാം. ചിലവർ കേക്ക് മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്, ചിലവർ മട്ടനും പൊറോട്ടയും പപ്പടവും കേക്കും കൂടി കഴിക്കുന്നവരുണ്ട്, മട്ടനും കേക്കും മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതിലൊരു കോമ്പിനേഷൻ നമുക്ക് പൊറോട്ടയുടെ ചെറിയ കഷ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് മട്ടൻ്റെ പൊടിച്ചിട്ടിട്ട്
ഇപ്പോൾ പൊറോട്ടയും മട്ടനും പപ്പടവും. ബീഫും കഴിച്ചിട്ടുണ്ട്, പൊറോട്ടയും മട്ടനും കഴിച്ചിട്ടുണ്ട്. പക്ഷെ പൊറോട്ടയും മട്ടനും പപ്പടവും കൂടി ആദ്യമായിട്ട് അടിപൊളി കോമ്പിനേഷൻ. അതും വെറൈറ്റി കോമ്പിനേഷൻ. വെട്ട് കേക്ക് ഇത് ഇവിടുത്തെ ഒരു ഭയങ്കര സ്പെഷ്യൽ ഐറ്റമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഏകദേശം 3500-4000 വെട്ട് കേക്ക് വരെ ഒരു ദിവസം ചിലവാകുന്നത്. അത്ര ടേസ്റ്റിയാണ് ഇവിടുത്തെ വെട്ട് കേക്ക്. നമുക്കും ട്രൈ ചെയ്താൽ ഇതിന് മുന്നേ തിരുവനന്തപുരത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രത്യേകത അതേപോലെ ഫ്രഷാണ്. നോർമലി ഇവിടെ അങ്ങനെ അധികം ടൈം ഇരിക്കില്ല. ഫാസ്റ്റ് മൂവിങ് ആയാലും ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ട് ഒരു ചൂടൊക്കെ ഉണ്ട് ഇതിന്. നോർമലി വെട്ടേക്ക് കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ തണുത്ത വെട്ടേക്കാണ് കിട്ടാറ്. പക്ഷേ ഇതിന് നല്ല ഒരു ചെറിയൊരു ചൂടുണ്ട്. കാരണം ഫ്രഷായിട്ട് ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല ക്രിസ്പിയാണ്. എൻ്റെ ഒക്കെ നല്ല ക്രിസ്പിയാണ്. കടിക്കുമ്പോൾ നമുക്ക് ക്രഞ്ചി സൗണ്ട് കേൾക്കണം. എഴുത്താനിക്കടയിൽ സ്ഥിരം വരുന്ന ഒരു അങ്കിളുണ്ട്. അങ്കിളിനോട് ചോദിക്കാം. ഷംസുദ്ദീൻ എന്ന അങ്കിളുടെ പേര്. അപ്പോൾ ആളോട് ചോദിക്കാം ആളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ്. എന്താണ് അങ്കിൾ സ്ഥിരം വരാറുണ്ട്? ആ, 2-3 നേരത്തോടെ രാവിലെ ഭക്ഷണം കഴിക്കാൻ വരും. ഉച്ചയ്ക്ക് കൂടെ ഇത്തിരി വിഷ ടൈമിങ്ങിന് ഇത്തിരി വൈകിട്ട് 3 ഭക്ഷണം കഴിക്കും. വെട്ട് കേക്ക് അല്ലേ? വെട്ട് കേക്ക്, മട്ടൻ കറി, ഇതാണ് ഫേമസ്. ഫുഡ് സാപ്പ് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഇവിടം വരെ വരും. അപ്പോൾ അറിയാലോ ഫുഡിൻ്റെ ആ ഒരു. എഴുത്താണിക്കടയിൽ വന്നു, ഭക്ഷണം കഴിച്ചു. പൊറോട്ട, മട്ടൻ, വെട്ട് കേക്ക്, ചായ, അതിൻ്റെ കൂടെ പപ്പടം. വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞു. ഒരു നമ്മൾ എന്താ പറയുക, പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ കുറവാണ്. അപ്പോൾ അതേപോലത്തെ ഒരു പഴയ ചായക്കടയിൽ വന്ന് കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് എഴുത്താണിക്കടയിൽ വന്ന് ഫുഡ് ട്രൈ ചെയ്യാം. ഈ വെറൈറ്റി കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് ദീപക് സൈനിങ് ഓഫ് ഫ്രം എഴുത്താണിക്കട, കൊല്ലത്തെ എഴുത്താണിക്കട.